രാവിലെ തന്നെ അയഞ്ഞിലഞ്ഞ മുടിയും വേഷവുമായി ശ്രേയ ഫ്ലാറ്റിലേക്ക് കയറിപ്പോകുന്നത് കണ്ടപ്പോൾ സെക്യൂരിറ്റി തല കുലുക്കി. ചിരിച്ചു ചിന്തിച്ചു, വന്നു വന്നു പെണ്ണ് നൈറ്റ് സർവീസ് തുടങ്ങിയോ ആവോ. മുറിയിലെ അടുത്ത താമസക്കാരും അവളുടെ പോക്ക് കണ്ടപ്പോൾ സ്വരം മടക്കി പറഞ്ഞു, ഈ പെണ്ണ് ഇന്നലെ രാവിലെ പോയതാ, പിന്നെ ഇതേ വരുന്നത് ഇപ്പളാ, കണ്ടില്ലേ. ഇതിൻ്റെ തന്ത എവിടെ? ഇനി വരുമ്പോൾ കാര്യം പറയണം. അതെ അതെ, പ്രായമായ നമ്മുടെ പെൺകുട്ടികൾ ഇവളെയൊക്കെ കണ്ടു പഠിച്ചാൽ പോയില്ലേ കാര്യം. മുറിയിൽ കയറിയിട്ടാണ് അവൾ സ്വന്തം വിമിഷ്ടം കരഞ്ഞു തീർത്തു. സിത്തു അവനെ തനിക്ക് അത്ര പരിചയം പോലുമില്ല. തിരികെ വരാൻ പോയ തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് വിളിച്ചത് സിത്തു. പറ്റിപ്പോയി എന്ന് ഞാൻ സോറി പറഞ്ഞിട്ടും സിത്തു എന്നെ അപേക്ഷിച്ചു. ശരിക്കും സിത്തുവിന് വേദനിച്ചതിനേക്കാൾ എനിക്കാണ് വേദനിച്ചത്. ഡോറിൽ ചാരിയിരിക്കുന്ന ശ്രേയ കുറെ കരഞ്ഞു. പിന്നെ അവളുടെ ദുർവിധിയോർത്തായി വേദന. ലാളിച്ചു വളർത്തിയ അച്ഛനമ്മയും തരം കിട്ടിയപ്പോൾ മാറിയ ക്രൂരതയോർത്ത്, പ്രസവിച്ചു കരുണ കാട്ടാതെ ഉപേക്ഷിച്ച അമ്മയെയോർത്ത്, തൻ്റെ സ്വന്തമെന്നറിയാത്ത അച്ഛനെയും ഓർത്തൊക്കെ അവൾ ഒരുപാട് കരഞ്ഞു. അല്ലെങ്കിലേ ചില പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ, ഒരു ദുഃഖത്തിൻ്റെ പുറത്ത് കരയുമ്പോൾ മറ്റു പല വേദനകളും കൂടി ആ ദുഃഖത്തിൻ്റെ കൂട്ടുപിടിച്ച് വരാൻ തുടങ്ങുമല്ലോ. പിന്നെ എല്ലാം കൂടി കണ്ണീരിൻ്റെ വലിയ പ്രളയം തന്നെയാകും. ഏകാന്തമായിരുന്നു കരഞ്ഞാൽ പിന്നെ പറയേ വേണ്ട. ഉച്ചക്കൊന്ന് തല ചായ്ച്ചു. തലയ്ക്ക് നല്ല കനം തോന്നി. ചോറ് വെച്ചു. ഫ്രിഡ്ജിൽ ഇത്തിരി വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. ഒന്നും ഉണ്ടാക്കാനുള്ള മൂഡില്ല. ചെറിയ ഒരു മേക്കുപുരട്ടി ഉണ്ടാക്കി പേരിന് കഴിച്ചു. ഉച്ചവെയിൽ ചൂട് ശക്തി പിടിച്ചു. ബെഡിൻ്റെ ഒരറ്റത്തു ജനൽ ചുമരിൽ ചേർന്ന് കിടന്നപ്പോൾ അവൾക്ക് തോന്നി കോളിംഗ് ബെല്ലടിച്ചു. പുറത്താരോ വന്നു. ശ്രേയ എഴുന്നേറ്റു. വാതിൽ തുറന്നു. ഒരു പരിഹാസ ചിരിയോടെ മേഘന നിൽക്കുന്നു. ആരിത്? മേഘയോ? വാ കേറിരി. ഞാൻ നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. താൻ നിന്നെപ്പറ്റി എന്തൊക്കെയോ പറയുന്നത് നിനക്ക് നാണമെന്നുമില്ലല്ലോ. തായെ ആര് എന്തൊക്കെയോ പറഞ്ഞു എന്നതിൻ്റെ വിശദീകരണമൊന്നും ശ്രേയ തേടിയില്ല. അതവൾക്ക് ഊഹിക്കാം. അത് പോട്ടെ, ഞാൻ വന്നത് അതല്ല മോളെ. നിന്നെ ഗംഭീരമായൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയാണ്. സാധാരണ ഇടയ്ക്ക് മേഘ ഇങ്ങോട്ട് വരാറുള്ളത്. ഫ്ലാറ്റ് എന്നാ ഒഴിയുന്നതെന്ന് ചോദിച്ചു. ശല്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതെന്താ ഇപ്പോ കാര്യം? ആണ്, അതുമുണ്ട്. കൂട്ടത്തിൽ അവിടെ അടുത്തൊരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നതാ. ഞാൻ ഇങ്ങോട്ട് വരാൻ ഇരിക്കുകയായിരുന്നു. നീ കാര്യം പറ മേഘ. ശ്രേയക്ക് വല്ലാത്ത ഭ്രാന്ത് കയറി. തൻ്റെ ഫോൺ എടുത്ത് മേഘ ശ്രേയയെ കാണിച്ചു. അതിൽ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തുകൊണ്ട്. മുറിയിൽ ഒരു ബെഡിൻ്റെ മുകളിൽ നിന്നുമുള്ള ശ്രേയയുടെ കുപ്പിയുമുള്ള പ്രകടനം. ആ വീഡിയോയിൽ പാട്ടുണ്ട്, പല വാക്കുകളുമുണ്ട്, നല്ല ലോക്കൽ സെറ്റ് ഡാൻസുമുണ്ട്. എന്താ ശ്രേയ, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. ഒപ്പം മേഘ പറഞ്ഞു. ശ്രേയ മേഘയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ശ്രദ്ധിച്ചു നോക്കി. ഇത് ഇന്നലെ താൻ കുടിച്ചു ബോധമില്ലാതെ സിത്തുവിൻ്റെ മുറിയിൽ കാട്ടുകൂട്ടിയ വേലത്തരങ്ങളാണല്ലേ. അതെടുത്ത് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നു. തന്നോടുള്ള ദേഷ്യത്തിന് ഇത് സിത്തുവിൻ്റെ പണിയാണോ? പെട്ടെന്ന് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങി മേഘ ഓഫ് ചെയ്തു. കഷ്ടപ്പെടണ്ട, നിന്റെ ഫോണിൽ എന്തോരം വേണമെങ്കിലും കണ്ടോ, എല്ലാവരുടെയും കാണും. എന്താ പെർഫോമൻസ്? തെരുവ് കുടിയന്മാർ പോലും തോറ്റുപോകും. ഒരു രാത്രി കൊണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ. നീ ഒന്ന് നോക്ക്. കൊള്ളാം മോളെ, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. മേഘ ചിരിച്ചു. ശ്രേയ മേഘയ്ക്ക് മുന്നിൽ ചെറുതാവണം. അത് മേഘയുടെ എന്നത്തെയും ആഗ്രഹം. ഇപ്പോൾ താൻ അങ്ങനെ തന്നെയായല്ലോ. അതെ, നീ ഇതോർത്ത് നിൽക്കണ്ട. നീ എന്നാ ഇവിടെ നിന്ന് പോകുന്നു എന്നൊന്ന് പറയ്. പോകാം. എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഫ്ലാറ്റ് കുറച്ച് നാൾക്ക് ചോദിച്ചിട്ടുണ്ട്. അതാ. നീ എന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങുന്നത് ശ്രേയ? ഡാഡിക്കും മമ്മിക്കും വേണ്ട. പിന്നെ എന്തിനാ അവരുടെ മുതൽ അന്തസ്സുണ്ടോ നിനക്ക്? ഓ, അതില്ല. കുറച്ചെങ്കിലും ഉണ്ടായത് ദേ ഈ വീഡിയോ വഴി വെള്ളത്തിൽ ഒലിച്ചു പോയി. ഒന്ന് വേഗം പോകാൻ നോക്കടി. മേഘ ഇറങ്ങിപ്പോയപ്പോൾ ഒറ്റയടിയായിരുന്നു വാതിൽ. ശ്രേയയുടെ മുഖം ആഞ്ഞടിച്ച പോലെയായിരുന്നു. സിത്തു എന്നോടിങ്ങനെ ചെയ്തല്ലോ എന്നായിരുന്നു അന്നേരം അവൾ നനച്ചത്. ആ സമയം അവൾക്ക് അവളോട് വെറുപ്പ് തോന്നി. സിത്തുവിനോട് ദേഷ്യവും. സ്വയം പരിഹസിനായി എന്ന് വെച്ച് ഇങ്ങനെ വൈരാഗ്യം തീർക്കാമോ എന്ന് ചോദിക്കണം. സിത്തുവിൽ നിന്നും താൻ ഇത് പ്രതീക്ഷിച്ചില്ല. ശ്രേയ ചാർജിലിട്ടിരുന്ന ഫോൺ വലിച്ചൂരി വേഗം നമ്പർ എടുത്തു. ഒരാവേശത്തിൽ നമ്പർ എടുത്തു നോക്കുമ്പോൾ ചിന്തിച്ചു, വേണ്ട, ഇനി ഇതിൽ കൂടുതൽ നാണം കെടുത്താൻ എന്തിരിക്കുന്നു. വിളിച്ചു. ഇനി കോളും
അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. ശ്രേയ ദീർഘശ്വാസത്തോടെ ഫോൺ വെച്ചു. തിരിഞ്ഞപ്പോൾ ഫോൺ ബെല്ലടിച്ചു. മിയ കോൾ എടുത്തു. ഹലോ പറഞ്ഞപ്പോൾ മിയയുടെ വക പച്ചക്കറി. അമ്മായിയമ്മേ അമ്മായിയപ്പനും കേൾക്കും. കാരണം ഞാൻ വീടിൻ്റെ പുറകുവശത്ത് നിന്നാ നിന്നെ തെറി വിളിച്ചത്. എടി നിനക്ക് ബോധമുണ്ടോ? കുടിച്ചാ വയറ്റിൽ കിടക്കണം. എവിടെയാ ശ്രേയ അത്? നീ എവിടെയാ പോയത്? ഏതെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന വീടാണോ? നീ ഒന്നും അറിഞ്ഞില്ലേ ശ്രേയ? ഒരലർച്ച. ഓ, അറിഞ്ഞിട്ടാണല്ലോ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ മിണ്ടാതെ നിൽക്കുന്നത്. എബ്രുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാ. രണ്ടും കൂടി നിന്ന് ഫോണിൽ നോക്കി ചിരിക്കുന്നത് കണ്ടപ്പോൾ കാര്യം നോക്കിയത്. അപ്പോൾ എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. എബ്രു പറഞ്ഞില്ല എൻ്റെ ഫ്രണ്ടാ ഈ താരമെന്ന്. അത് മഹാഭാഗ്യമായി. എന്നാലും എബ്രുവിൻ്റെ മുന്നിൽ ഞാൻ നാണം കെട്ടു. സോറി മിയ, എനിക്ക് പറ്റിപ്പോയി. മിയയോട് നടന്നതെല്ലാം ശ്രേയ പറഞ്ഞു. എനിക്ക് തോന്നി ആ പയ്യൻ്റെ നമ്പർ നീ വാങ്ങിയപ്പോൾ തന്നെ എന്തെങ്കിലും അതിൻ്റെ പിറകെ വന്നോളും എന്ന്. ഇപ്പോൾ ആശ്വാസമായല്ലോ. നിന്റെ കുടിയെക്കുറിച്ച് അറിയാത്തവർ പോലും അറിഞ്ഞോളും. മിയ ശ്രേയയെ വിളിച്ചു. ഞാൻ പറയും ശ്രേയ, നീ എന്നോടൊന്ന് ആലോചിച്ചോ അങ്ങോട്ട് പോകുന്ന വിവരം? എടി അതിന് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. ആ, എന്തു വേണേലും ആവട്ടെ. ഞാൻ വൈകാതെ എബ്രുവിനോട് കൂട്ടി അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ഇനിയിപ്പം വരുന്നില്ല. ശ്രേയക്ക് നാവിറങ്ങിപ്പോയി. എന്തെങ്കിലും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ശ്രേയ ഫോൺ വെച്ചു. അവൾ നല്ല ദേഷ്യത്തിലാണ്. മേഘയുടെ അപമാനം സഹിച്ച് എത്രനാൾ ഇനി ഇങ്ങനെ ഇവിടെ അധികപ്പറ്റായി? ശ്രേയ തളർന്നു തകർന്നും ഇരുന്നു പോയി. ഈ ലോകത്ത് ആരും തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർത്ത്. തൻ്റെ ജന്മം ശപിക്കപ്പെട്ട ജന്മം. ശ്രേയ സ്വയം വെറുത്തു. ഫോണിൽ ആ വീഡിയോ ഒരിക്കൽ കൂടി അവൾ വെച്ചു കണ്ടു. അതിനിടയിൽ വന്ന അഭ്യാസം നിറഞ്ഞ കമൻറ്റുകൾ, തെറിവിളികൾ, പല വൃത്തികേടുകൾ എല്ലാം അവളെ വേദനിപ്പിച്ചു. ഓഫീസിൽ നിന്നുമുള്ള സാറിൻ്റെ വിളിയും ശ്രേയ പ്രതീക്ഷിച്ചു. അയാൾക്ക് പറയാൻ അധികമുണ്ടായിരുന്നില്ല. ഇനി എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ തന്നെ പറഞ്ഞയക്കുമെന്ന് ഞാൻ അന്നേ വാൺ ചെയ്തതാണ്. ഞാൻ കണ്ടു തൻ്റെ കുപ്പി ഡാൻസ്. അതുകൊണ്ട് ഇനി ഇവിടെ ഈ സ്ഥാപനത്തിന് മോശപ്പേര് ഉണ്ടാക്കാൻ ശ്രേയ ഇങ്ങോട്ട് വരണ്ട. സാർ? ശ്രേയ എന്തെങ്കിലും പറയുന്ന മുന്നേ കോൾ കട്ടായി. അപ്പോൾ ജോലിയും പോയി കിട്ടി. ആകെയുള്ള ഷെൽട്ടറും പോകാൻ പോകുന്നു. ശ്രേയക്ക് തലയ്ക്ക് ഭ്രാന്തി പിടിക്കുന്നത് പോലെ തോന്നി. കയ്യിലിരുന്ന ഫോൺ എടുത്ത് ഒരു ഏറ് കൊടുത്തു. ചുമരിലടിച്ച് 2 പീസായി ശ്രേയയുടെ മുന്നിൽ കിടന്നു. എടാ കോപ്പേ, മര്യാദയ്ക്ക് പറഞ്ഞോ. നീയല്ലേ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തത്? വിട് സിത്തു, ഞാനല്ല. ആണെങ്കിൽ ഞാനാണെന്ന് പറയും. ഇതിവിടെ വന്ന വേറെ ആരോ ഒപ്പിച്ച പണിയാ. യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് വീണ്ടും വീണ്ടും നിരീക്ഷിച്ചു നോക്കുകയായിരുന്നു സിത്തു. എടാ കാര്യം ശരി, അവൾ ചെയ്തത് മോശമാ, സമ്മതിച്ചു. പക്ഷേ ഇതവളെ അപമാനിക്കാൻ നോക്കുന്നതിനും തുല്യമല്ലേ? അവളെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. ഇതവളുടെ അച്ഛനോ അമ്മയോ വേണ്ടപ്പെട്ടവരോ കണ്ടാൽ എന്താകും? ഇന്ന് രാത്രി ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകും. അതിനു മുന്നേ ഈ പണി ഒപ്പിച്ചവനെ നമുക്ക് പിടിക്കണം. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്തായാലും നീ പറഞ്ഞ വാക്കനുസരിച്ച് അവൾ ഫോൺ എടുക്കാതിരിക്കാനാണ് സാധ്യത. സിത്തുവിന് അത് തോന്നിയത് ശ്രേയ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ്. പറഞ്ഞത് കുറച്ചു കൂടിപ്പോയോ അല്ലേ? ദയനീയ സ്വരത്തിൽ അവളോടുള്ള സിമ്പതിയുടെ പുറത്ത് സിത്തു പറഞ്ഞു. കുറച്ചല്ല, കുറെ, ഋഷി പറഞ്ഞു. കോൾ ചെയ്തു. സിത്തു റിംഗ് പോകുന്നത് ശ്രദ്ധിച്ചു. താങ്കൾ ഡയൽ ചെയ്ത നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എടാ ഫോൺ ഓഫാ, കുറച്ച് കഴിഞ്ഞ് വിളിച്ചു നോക്കാം, ഋഷി പറഞ്ഞു. സിത്തുവിന് മനപ്രയാസം തോന്നി. താൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. മാപ്പ് പറച്ചിലും മറ്റും പിന്നെയാകാം. ആദ്യം ഈ വീഡിയോ ഇട്ടതിൻ്റെ പിറകിൽ ആരാണെന്ന് കണ്ടുപിടിച്ചേ തീരൂ. അപ്പോഴാണ് ആൻറ്റി ചായയും കൊണ്ടുവന്നത്. എടാ സിത്തു, നിനക്ക് എന്നിട്ട് വീഡിയോ ആളെ കിട്ടിയോ? എന്നോട് എത്ര പേരാ വിളിച്ചു ചോദിച്ചത് അതാരാ കൃഷി എന്ന്. ആൻറ്റി പറഞ്ഞു അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന്. സിത്തു ചൂട് ചായ എടുത്തു ഊതിക്കൊണ്ട് പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്തു ചെയ്തോ ഉപകാരത്തിൻ്റെ പേരിൽ കയറി വന്നതാ. മതി ആൻറ്റി, ഇനി വിളിച്ചാൽ അവരോടൊക്കെ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. നമുക്കറിയില്ല ആൻറ്റി അതിൻ്റെ പ്രശ്നങ്ങൾ. അത് ഒരു താങ്ക്സ് പറയണമെന്ന് ഉദ്ദേശിച്ചുള്ളൂ. എല്ലാം കുളമാക്കി. ഇവൻ ഒറ്റ ഒരുത്തനാ. ഋഷി ആൻറ്റിയെ നോക്കി വളിച്ച് ചിരിച്ചു. അതിനാൽ എല്ലാവരോടും പറഞ്ഞല്ലോ.
അവള് ഇവിടെ കുടിച്ച് ബഹളം വെച്ചതിന് കംപ്ലീറ്റ് ഉത്തരവാദിത്വം നിനക്കാ. ദേ സിത്തു ഇവിടെ വരുമ്പോൾ കിടക്കാറുമുള്ള മുറിയാ, അത് വേഗം വൃത്തിയാക്കിക്കോ. അങ്ങനെയാ നിന്റെ അമ്മ പറഞ്ഞ ഋഷി. ദൈവമേ, അവൾ വെച്ച വാള് ഞാൻ കോരി വൃത്തിയാക്കണമല്ലോ എന്നോർക്കുമ്പോളാ. സിത്തു എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വരുമടാ. തനിച്ച് അങ്ങ് ചെയ്താൽ മതി. ഒറ്റക്കുണ്ടാക്കിയ പൊല്ലാപ്പല്ലേ, അപ്പോൾ ഒറ്റക്ക് അനുഭവിക്ക്. സിത്തു പൊടിയും തട്ടിപ്പോയി ഒഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പോയിരുന്നു. എടാ, നിനക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ? സിത്തുവിൻ്റെ അമ്മയായിരുന്നു. പറ്റില്ല, എനിക്കിന്ന് തന്നെ പോണം. ഇടയ്ക്ക് ലീവിന് ഞാൻ വരാമല്ലോ. ശരി, ഞാൻ നിന്റെ ഡ്രസ്സൊക്കെ എടുത്തു വെക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഋഷി മുറിയൊക്കെ വൃത്തിയാക്കി ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് അയൽവാസി പയ്യനായി അഭിജിത്ത് വന്ന് കാര്യം പറഞ്ഞത്. ശ്രേയയുടെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് അങ്കിളിൻ്റെ സിസ്റ്ററാണ് മകനാണെന്നും വിവരം അറിഞ്ഞ ഉടനെ ഋഷി സിത്തുവിനെ അടുത്തേക്ക് ഒരു പാച്ചിൽ ആയിരുന്നു. ഡാ സിത്തു, ആളെ കിട്ടി. ആരാ? രാഹുലടാ, അങ്കിളില്ലേ, പുള്ളിയുടെ പെങ്ങളുടെ മോൻ. എടാ, തിരുവനന്തപുരത്ത് നിന്ന് മിനിഞ്ഞാന്ന് വന്നത്. അവര് പോയോ? ഇല്ല, മുറിയിലുണ്ടെന്നാ തോന്നുന്നത്. എങ്കിൽ വാ, അവനിട്ട് 4 പൊട്ടിച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്യാം. ഋഷിക്ക് ഭയങ്കര ആവേശമായിരുന്നു. പിന്നെ അങ്ങോട്ട് 2 പേരും കൂടി മുറിയിൽ ചെന്ന് രാഹുലിൻ്റെ ഫോൺ പിടിച്ചു വാങ്ങി വീഡിയോ കളഞ്ഞു. അയ്യടാ, മുട്ടേന്ന് വിരിഞ്ഞില്ല, അതിനുള്ളിൽ അവൻ്റെ ഒരു ചാനൽ. ഇടിച്ച് നിന്റെ ഉണ്ടക്കണ്ണ് പൊട്ടിക്കും ഞാൻ. അമ്മയോട് പറയട്ടെ ഞാൻ. ഋഷി രാഹുലിനെ വിരട്ടി. വേണ്ട ഋഷി, കൊച്ചു പയ്യനല്ലേ, നീ ഇങ്ങോട്ട് വന്നേ. എടാ, അവൾ എന്താ ഫോൺ എടുക്കാത്തത്? വല്ല ചാർജും ലോ ആയി കാണും, അല്ലെങ്കിൽ അടുത്ത് കയറ്റി ഫ്ലാറ്റായി കാണും. ഏയ് അല്ലടാ, ഇനി ആ വീഡിയോയുടെ പേരിൽ അവൾക്ക് ഫീലായി വല്ലതും. ചിലർക്ക് ഇന്നത്തെ കാലത്ത് അതിൻ്റെ പകുതി മതി. ഓ, അവളോ? നീ സമാധാനമായിട്ട് വന്ന പോലെ തിരിച്ച് അങ്ങോട്ട് പോകാൻ നോക്ക്. ഋഷി കൂളായി നടന്നുപോയി. എന്തായാലും വീഡിയോ ഇട്ട ആളെ കണ്ടുപിടിച്ചത് കളഞ്ഞപ്പോൾ ആശ്വാസം. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ആലോചിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറിൻ്റെ മേലെയായി. 11 മണിക്കാണ് ബാംഗ്ലൂരിലേക്ക് ട്രെയിൻ. സ്വന്തം എന്ന് പറയാൻ കയ്യിൽ ലഗേജിലുള്ള തുണികൾ മാത്രം. ഒരു ഫോണുണ്ടായിരുന്നു, ഇപ്പോൾ അതും കേടായി. തലയ്ക്കും കൈയും കൊടുത്ത് മുഖവും പൂഴ്ത്തി പ്ലാറ്റ്ഫോമിൽ കാത്തിരിപ്പ് ബെഞ്ചിൽ ശ്രേയ ഇരുന്നു. ബാംഗ്ലൂരിൽ തനിക്ക് വീടോ ബന്ധുക്കളോ ഇല്ല. അച്ഛനും അമ്മയും അവിടെ തന്നെയാണ്. പിന്നെ ഇവിടത്തേക്കാൾ പരിചയം തനിക്ക് അവിടെയല്ലേ. അതുകൊണ്ട് പോകണമെന്ന് അവളും കരുതി. പിന്നെ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് എന്ന് ചിന്തിച്ചാൽ അറിയില്ല. പക്ഷേ ഇവിടെ നിന്ന് തനിക്ക് പോയേ തീരൂ. പ്ലാറ്റ്ഫോമിലൂടെ കടന്നുപോയ യാത്രക്കാരിൽ ആരോ അവളെ നോക്കി മുഖം താഴ്ത്തി ചിരിച്ചു. തൻ്റെ വീഡിയോ കണ്ടവരിലേതോ ഒരാൾ.